ഹായ് എവരി വൺ, വെൽക്കം ടു ആർത്തീസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റീംഡ് ബനാന സ്വീറ്റ് റെസിപ്പിയാണ്. അത് എങ്ങനെയാണ് തയ്യാറാക്കാൻ പോകുന്നതെന്ന് വീഡിയോയിലോട്ടൊന്ന് പോയി നോക്കാം. സ്റ്റീംഡ് ബനാന സ്വീറ്റിന് ആവശ്യമായിട്ട് 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല തോലൊക്കെ നല്ല ബ്രൗൺ കളർ ആയതാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് ഈ സ്വീറ്റിന് ഏറ്റവും നല്ലതായിട്ടുള്ളത്. ഇതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തോലൊക്കെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. മറ്റ് 2 പഴത്തിനെയും ഇതുപോലെ എടുക്കാം. 3 പഴവും തോലൊക്കെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. മുഴുവൻ പഴവും ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കശുവണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആയാൽ മതിയാവും. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടാവട്ടെ. ഇതിലേക്ക് കുറച്ച് മുന്തിരിയും ഉണക്കമുന്തിരിയും കുറച്ച് കശുവണ്ടിയും എടുത്തിട്ടുണ്ട്. അതിനൊന്ന് നെയ്യിൽ വറുത്ത് കോരാം. ലൈറ്റ് ബ്രൗൺ കളർ ആയാൽ മതിയാവും. ഇനി ഇതേ പാനിൽ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പഴത്തിനെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് പഴം ചേർത്ത് കൊടുക്കാം. പഴത്തിനൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വെന്ത് വരണം. നന്നായിട്ട് വെന്ത് വരട്ടെ. പഴമൊക്കെ ആവശ്യത്തിന് വെന്ത് വരുന്നുണ്ട്. ഇനി ഇതിനെ ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഇടിച്ചു കൊടുക്കാം. ചെറിയ കഷ്ണം കടിക്കാതിരിക്കാൻ മതിയാവും. കണ്ടില്ലേ, പഴമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ ചേർക്കുമ്പോൾ നല്ലൊരു സ്വാദാണ് കിട്ടുന്നത്. നമ്മൾ റെഡിയാക്കി വെച്ച മിക്സിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതേ പാനിൽ തന്നെ നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കാം. 1.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിനൊന്ന് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ടത്, ഞാനിവിടെ 3/4 കപ്പ് വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. വെള്ളം തിളച്ചതിന് ശേഷം ഇതൊന്ന് ഇട്ട് കൊടുക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. വറുത്ത റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. റവയൊക്കെ നന്നായി വെന്ത് വരട്ടെ. റവയൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂണ് റോസ്റ്റേഡ് റൈസ് ഫ്ലോറാണ് എടുത്തിട്ടുള്ളത്. വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് എടുത്തിട്ടുള്ളത്. 3/4 കപ്പ് ബ്രൗൺ ഷുഗർ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വരട്ടെ. പഞ്ചസാരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന മിക്സിനെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിനെ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് കാർഡമം പൗഡർ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഒന്ന് തണുക്കാൻ വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ നെയ്യിൽ മാറ്റി വെച്ചിരുന്ന കശുവണ്ടിയും ഉണക്കമുന്തിരിയും ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്ന പരുവത്തിന് നമ്മൾ ഡൗ പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. എന്നിട്ട് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുക്കട്ടെ. കറക്റ്റ് പരുവമായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. മിക്സൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ കുറച്ച് മാവ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു അച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഷേപ്പിൽ കിട്ടുന്നതാണ്. കണ്ടില്ലേ, ഇതുപോലെ മുഴുവൻ മാവിനെയും എടുക്കാം. മുഴുവൻ മിക്സും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. 2 ഷേപ്പിലായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, കുറച്ച് വലുതായിട്ടും ചെറുതായിട്ടും എടുത്തിട്ടുണ്ട്. ഒരു ഇഡ്ലി പോട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന അതിനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഓരോ കുഴിയിലായിട്ട് വെച്ച് കൊടുക്കാം. മറ്റൊരു തൊട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബാലൻസ് ഉള്ള മാവും വച്ചു കൊടുക്കാം. ഇനി ഇതിനെ മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിക്കാൻ വയ്ക്കാം. പത്ത് മിനിറ്റ് ആവട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ആവിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ഓപ്പൺ ചെയ്യാം. കണ്ടില്ലേ, നമ്മുടെ മിക്സൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. അടിപൊളിയായിട്ട് നമ്മുടെ സ്റ്റീംഡ് ബനാന സ്വീറ്റ് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ.
പിന്നെ മറക്കാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.